Good morning, all. Good morning. Good morning, Miss. Exam ഒക്കെ എങ്ങനെ ഉണ്ടായി? ഉണ്ടായിരുന്നു. നല്ലായിരുന്നു. മാം റിവിഷൻ എടുത്തതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റിൽ നിന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മോഡലാണ് കേട്ടോ ഇപ്പൊ കഴിഞ്ഞേക്കുന്നേ. ഇനി മെയിൻ എക്സാം ഉണ്ട് കേട്ടാ. ജസ്റ്റ് മോഡലാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഒരു എക്സാം കിട്ടാ മെയിൻ എക്സാം എന്നായിരിക്കും? നമുക്ക് തേർഡും ഫോർത്തും ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് മെയിൻ എക്സാം കേട്ടോ. തേർഡും ഫോർത്തും കഴിഞ്ഞാലായിരിക്കും മെയിൻ എക്സാം. അപ്പൊ ഫുൾ ആയിട്ടുണ്ടാവും. 4 മൊഡ്യൂൾ ഒരുമിച്ചായിരിക്കും അല്ലെ? വേറെ വേറെ അങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിക്കും. ഇപ്പൊ ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മോഡൽ എക്സാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എക്സാം എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ? യെസ് മിസ്. മിസ് ഇതുപോലെ സെയിം ആയിരിക്കും മെയിൻ എക്സാം? ഇതേപോലെ തന്നെയാണോ നടക്കുക? ഇതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് തന്നെ. ക്ലാസ് തുടങ്ങാലോ നമുക്ക്. ഓക്കെ മാം. പിന്നെ വേറൊരു കാര്യം, തേർഡും ഫോർത്തും ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ പോലെയല്ല, കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ക്ലാസ്സിൽ കയറി എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാം കേട്ടാ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവാൻ നോക്കാം. ഓക്കെ അല്ലേ? ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ. മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്ചാർജ് പ്രോസസ്സ്. നമുക്കറിയാലോ ഡിസ്ചാർജ്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്, വിടുന്നു എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നിങ്ങളുടെ ഒരു ഐഡിയ പറഞ്ഞേ. നമ്മൾ പൊതുവെ പറയുന്ന വേർഡാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെ? പറയും. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്? പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തു, റിക്കവർ വീട്ടിൽ പോകുന്നത്. എന്താണ് ഒരു പേഷ്യൻസിന്റെ എന്താണ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അല്ലെ? ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഫോർമൽ ആയിട്ട് വിട്ടയക്കണം അല്ലെ? ഔദ്യോഗികമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലേ? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുന്നതിനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് എപ്പോഴൊക്കെ സംഭവിക്കാം? ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അല്ലെ? ഒരു ട്രീറ്റ്മെന്റിന്റെ കോഴ്സ്, നമുക്ക് എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ പറയും അല്ലെ? 3 ദിവസത്തെ ആന്റിബയോട്ടിക്സ് ഉണ്ട്, അല്ലെങ്കിൽ 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ട് വിട്ടയക്കാം, അങ്ങനെയല്ലേ പറയാറ്? അപ്പൊ അതിനുശേഷം വിട്ടയക്കുന്നു. പിന്നെ എപ്പോഴൊക്കെയാണ് ഡിസ്ചാർജ് വാങ്ങുന്നത് പേഷ്യൻസ്? പിന്നെ എപ്പോഴൊക്കെ ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ട് ഹോസ്പിറ്റലില്? അതാണ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. അതാണ് മിസ് പറഞ്ഞത്. എന്താണ് ഒരു കോഴ്സ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം വിട്ടയക്കുന്നത്. പിന്നെ വേറെ ഏതൊക്കെ രീതിയിൽ സംഭവിക്കാം? പേഷ്യൻസ് നിർബന്ധപൂർവ്വം അല്ലെ
സ്വന്തം ഇഷ്ടപ്രകാരം എന്താണ് ഡോക്ടർ പറയാതെ തന്നെ അല്ലെ അങ്ങനെ ഡിസ്ചാർജ് സ്വന്തം ഇഷ്ടപ്രകാരം എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നു. നെക്സ്റ്റ് എന്താണ് പേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റൽ ഫർദർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നു അല്ലെ ചികിത്സ പോരായ്മ തോന്നുമ്പോൾ അതൊക്കെ അതിനൊരു കാരണമാണ് അല്ലെ അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്. പിന്നെ എന്താണ് മരണം സംഭവിച്ചാൽ ഡിസ്ചാർജ് കൊടുക്കുന്നില്ലേ ഓർ ഓൺ ഡെത്ത് അല്ലേ അപ്പൊ എന്താണ് 4 കാരണം കൊണ്ട് ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ട് അല്ലെ ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ട്. ഒന്നെന്താണ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അല്ലെ. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് എന്താണ് മെഡിക്കൽ അഡ്വൈസിനോ ഡോക്ടറുടെ ഉപദേശത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്ന രോഗി അവരുടെ ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങുന്നു. രണ്ടാമത് എന്താണ് ഫർദർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് പോരാ അതിൽ അവര് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നു അല്ലെ ഡിസ്ചാർജ് ചെയ്തു പോകുന്നു. നാലാമത് വരുന്നത് ഓർ ഡെത്ത് അല്ലെ മരണം സംഭവിച്ചു കഴിഞ്ഞാലും ഡിസ്ചാർജ് സംഭവിക്കുന്നു. ഇനി നോക്കാം ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക്. ചാപ്റ്റർ discharge process. Introduction. A discharge from hospital is the formal release of patients from a hospital after a procedure of a course of treatment. എന്താണ് ഒരു പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് കംപ്ലീറ്റ് മുഴുവനായതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഔദ്യോഗികമായി ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനെ പേഷ്യൻസിനെ പറഞ്ഞയക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ a discharge happens whenever a patient leaves hospital on the completion of treatment. എന്താണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത് ഹാപ്പൻ ചെയ്യുന്നത് എപ്പോഴാണ് whenever a patient leave hospital on the completion of treatment. എന്താണ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് മുഴുവനായതിനു ശേഷം അവർ അവിടെ നിന്ന് പോകുന്നു ലീവ് ചെയ്യുന്നു അപ്പോൾ സംഭവിക്കാം. നെക്സ്റ്റ് സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് എതിരായി എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു അവർ ഹോസ്പിറ്റലിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുന്നു അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു. സോറി. മൂന്നാമത് വരുന്നത് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് അനദർ വേറൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അവര് ട്രാൻസ്ഫർ ആകുന്നു മാറുന്നു അല്ലെ. എന്തൊക്കെ കാരണം കൊണ്ടാവാം അവര് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അല്ലെ അവര് അവിടുത്തെ ഫെസിലിറ്റീസില് ട്രീറ്റ്മെന്റില് സാറ്റിസ്ഫൈഡ് അല്ല അവർക്ക് നൽകുന്ന ഡോക്ടേഴ്സിന്റെ സേവനങ്ങളിൽ അവർ തൃപ്തരല്ലെങ്കിലൊക്കെ എന്താണ് അവരവിടെ നിന്ന് പോകുന്നത്. അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ അല്ലെങ്കിൽ കൂടുതൽ ട്രീറ്റ്മെന്റ് അവർക്ക് ആവശ്യമുണ്ട് അപ്പൊ വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്തു പോകുന്നു. നെക്സ്റ്റ് നാലാമത് പറയുന്നത് ഓർ ഓൺ ഡെത്ത്. എന്താണ് മരണം സംഭവിച്ചാലും അവരെ എന്ത് ചെയ്യുന്നു ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ. എന്താണ് ഡിസ്ചാർജിന്റെ നടപടിക്രമങ്ങളുടെ ടൈപ്സ് ഏതൊക്കെയാണ്? റുട്ടീൻ ഡിസ്ചാർജ് അല്ലെ സാധാരണ രീതിയിലുള്ള റുട്ടീൻ ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവരെ അവിടെ നിന്ന് രോഗികളെ അവിടെ നിന്ന് വിട്ടയക്കുന്നത്. നെക്സ്റ്റ് AMA ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. എഗെയിൻസ്റ്റ് AMA എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് ഹോസ്പിറ്റലിൽ അവരെ നോക്കുന്ന ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ എന്ത് ചെയ്യുന്ന അവര് ഡിസ്ചാർജ് വാങ്ങുന്നു. നെക്സ്റ്റ് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. എന്താണ് വേറൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വേറെ ഏതൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ എന്നുണ്ട് അതിന്റെ ഇടയില് ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർസ്. എന്താണ് പേഷ്യൻസിനെ ഹോസ്പൈസിലേക്ക് അതായത് അഭയകേന്ദ്രങ്ങൾ എന്നൊക്കെ പറയില്ലേ അഭയകേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ
മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു. എങ്ങനെയുള്ള പേഷ്യൻസിനെ ആയിരിക്കും ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്ക് മാറ്റുന്നത്? അവർക്ക് എൻഡ് ഓഫ് ലൈഫ് വരെ അല്ലെ ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. ജീവിതാവസാനം ഒരു ക്രിട്ടിക്കൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് എൻഡ് ഓഫ് ലൈഫ് വരെ അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. സ്ട്രോക്ക് വന്ന് തളർന്നു പോകുക ശരീരം അല്ലെ, അല്ല അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്താണ് അവർക്ക് ജീവിതാവസാനം വരെ ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നാൽ അവരെന്താണ് പാലിയേറ്റീവ് കെയർസിലേക്കോ അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലേക്കോ എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് ഡിസ്ചാർജ് നോക്കിയേ, റുട്ടീൻ ഡിസ്ചാർജ്. എ പ്ലാനഡ് ഡിസ്ചാർജ് ഓൺ ദി അഡ്വൈസ് ഡോക്ടർ. ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഉപദേശപ്രകാരം എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ആണ് റുട്ടീൻ ഡിസ്ചാർജ്. Routine discharge is referred to as the process of patient being discharged from a hospital or healthcare facilities after getting medical treatment or care. എന്താണ് ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അവരുടെ ചികിത്സ അല്ലെങ്കിൽ അവരുടെ പരിചരണം കംപ്ലീറ്റ് ആയതിനു ശേഷം, മുഴുവനായതിനു ശേഷം എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുന്നതിനെ പറഞ്ഞയക്കുന്ന പ്രോസസ് പ്രക്രിയയെ പറയുന്നതാണ് routine discharge. The healthcare team will then provide the patients with the information. എന്താണ് അങ്ങനെ വിട്ടയക്കുന്ന സമയത്ത് നമുക്ക് ആ ഡോക്ടർ എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്? നഴ്സുമാര് അല്ലെങ്കിൽ ഡോക്ടർ വന്നിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരും? എന്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് തരാറുണ്ട് ആ സമയത്ത്? മരുന്ന് കഴിക്കാം, മെഡിസിനുകൾ അല്ലെ, മരുന്ന് ഏതൊക്കെ മെഡിസിൻ ഇനി കഴിക്കണം അല്ലെ, പിന്നെന്താണ് വീട്ടിൽ ചെന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അല്ലെ, പിന്നെന്താണ് എന്തെങ്കിലും ഭക്ഷണക്രമങ്ങളുണ്ട്. ഇപ്പൊ ഒരുപാട് ഷുഗർ ആയിട്ട് ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതാണ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യും അവർക്ക് ഡയറ്റ് കൺട്രോൾ പറഞ്ഞു കൊടുക്കും അല്ലെ, ഫുഡ് ഡയറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താണ് ഫോളോ അപ്പ് പറയില്ലേ, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണമെങ്കിൽ അങ്ങനെയുള്ള ഫോളോ അപ്പുകൾ പറയാറില്ലേ ആ സമയത്ത്? അപ്പൊ എന്താ അത് തന്നെയാണ് നമുക്ക് ഇതിൽ പറഞ്ഞത്. നോക്കിയേ, the healthcare team will then provide the patients with information about their condition അല്ലെ. ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് അങ്ങനെ പറയാറില്ലേ? ഇപ്പോഴത്തെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അല്ലെ എങ്ങനെയാണ്, ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ, ഇപ്പോഴത്തെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ എന്താണ് അബൌട്ട് ദെയർ കണ്ടീഷൻ, അവരുടെ ആരോഗ്യസ്ഥിതി കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എന്താണ് മെഡിക്കേഷൻസ് അല്ലെ, ഏതൊക്കെ മരുന്നുകൾ ഇനി കഴിക്കണം, ഫോളോ അപ്പ് കെയർ ഇനി എത്ര ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണോ, എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഫോളോ അപ്പ് കെയർസ്, വീട്ടിൽ ചെന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ആൻഡ് എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നെസസറി ഫോർ ദം, അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഭക്ഷണക്രമത്തില് അതല്ലെങ്കിൽ ജീവിത രീതിയിൽ അല്ലെങ്കിൽ എന്താണ് എക്സസൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയത്? വൂണ്ടൊക്കെ ആണെങ്കിൽ ഡ്രസ് ചെയ്യണം അല്ലെ, ഇത്ര ഒരു 1.5 എന്താണ് ഇടയ്ക്കിടയ്ക്ക് വന്നല്ലേ 2 ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോ അത് ഡ്രസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ക്ലിയർ ആയത്? നെക്സ്റ്റ് AMA ഡിസ്ചാർജ് against medical advice. നോക്കിയേ, AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ്സ്, AMA ഡിസ്ചാർജ് സൂചിപ്പിക്കുന്നത് എന്താണ്? against medical advice. ഡിസ്ചാർജ് എന്താണ്? against medical ഉപദേശത്തിന് എതിരായി against ആയിട്ട് നടക്കുന്ന ഡിസ്ചാർജ് ആണ് AMA ഡിസ്ചാർജ്, which occurs when a patient takes decision to leave a hospital or healthcare facility before their treatment is complete. പേഷ്യൻസിന്റെ ചികിത്സ മുഴുവനാകുന്ന കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് പേഷ്യൻസ് തന്നെ അല്ലെ, രോഗികൾ തന്നെ തീരുമാനമെടുക്കുന്നു. എന്തെന്ന് തീരുമാനം എടുക്കുക? അവര് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്തു പോകാൻ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതായിട്ട്.
against the advice on their health care provider. എന്താണ് ഹെൽത്ത് അവർക്ക് ആരോഗ്യ സംരക്ഷണം കൊടുക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാണ്ട് അല്ലെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പേഷ്യൻസിന്റെ തന്നെ ഇഷ്ടപ്രകാരം പോകുന്നതാണ് AMA ഡിസ്ചാർജ്. AMA ഡിസ്ചാർജ് may occur for a variety of reasons. AMA ഡിസ്ചാർജ് പല കാരണം കൊണ്ട് വെറൈറ്റി ഓഫ് റീസൺ പല കാരണം കൊണ്ട് സംഭവിക്കാം, ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റലിൽ. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോകണം എന്നുള്ള ആഗ്രഹപ്രകാരം. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ ചിലരെങ്കിലും വീട്ടില് കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ പറയാറില്ലേ, 2 ദിവസം 1 ദിവസം കിടന്നു കഴിയുമ്പോൾ തന്നെ പറയില്ലേ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്, നമുക്ക് അധിക ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറ്റില്ല, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യണമെന്ന് നിർബന്ധിച്ച് നമ്മൾ ഡിസ്ചാർജ് വാങ്ങാറില്ലേ ആ സമയത്തൊക്കെ? എന്താണ് പേഷ്യൻസ് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പ്രായമായ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിലൊക്കെ അല്ലെ, കാരണന്മാര് വീട്ടില് പ്രായമായവരുണ്ടെങ്കിലൊക്കെ നമ്മൾ ഡിസ്ചാർജ് വാങ്ങി പോകാറുണ്ട് അല്ലെ. സ്വന്തം ഇഷ്ടപ്രകാരം എന്താണ് അവരുടെ ആഗ്രഹപ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോകുന്നത്. ഡിസ് അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് എന്താണ് അവർക്ക് കൊടുക്കുന്ന ചികിത്സയിൽ വിയോജിപ്പ് തോന്നുക. ഡിസ്അഗ്രിമെന്റ് എന്താണ് ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ല, ക്വാളിറ്റി ഇല്ല, ഡോക്ടേഴ്സ് നല്ല രീതിയിൽ ആ പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുമ്പോ എന്ത് ചെയ്യാറുണ്ട്? അവര് ഡിസ്ചാർജ് വാങ്ങി പോകാറില്ലേ? ഡോക്ടർ കറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ ചെക്കപ്പ് ചെയ്യുന്നില്ല, മെഡിസിൻ നല്ല രീതിയിൽ കൊടുക്കുന്നില്ല, അവിടുത്തെ ഫെസിലിറ്റീസ് പോരാ അല്ലേ, അവര് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലൊക്കെ എന്ത് ചെയ്യും? അവര് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നു. ഓർ ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി കെയർ എന്താണ് അവിടുത്തെ ക്വാളിറ്റി കെയറിലെ പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ അവർക്ക് എന്തെങ്കിലും ന്യൂനതകൾ തോന്നിയാല് അല്ലേ, പേഷ്യൻസിന് ന്യൂനതകൾ തോന്നുകയാണ്, ഡിഫക്റ്റ് തോന്നുകയാണെങ്കിൽ ഡിസ്ചാർജ് വാങ്ങിപ്പോകും അല്ലെ. ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അല്ലെ. ക്ലിയർ ആയോ? ഇനി ഇങ്ങനെ AMA ഡിസ്ചാർജ് വാങ്ങുന്ന സമയത്ത് ഇപ്പൊ പേഷ്യൻസ് നിർബന്ധപൂർവം ഡിസ്ചാർജ് വാങ്ങി പോകുന്ന സമയത്ത് അവിടെ ഒരു ഫോം സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഹോസ്പിറ്റലില്. ഓക്കെ, ആ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? AMA ഫോം കണ്ടെയ്ൻസ് AMA ഫോം. ഇപ്പൊ നമ്മൾ കൺസേൺ ഫോം സൈൻ ചെയ്ത് കൊടുക്കാറുണ്ടോ? സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ്സ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കും അല്ലേ. അതേപോലെ എന്താണ് നമ്മൾ AMA ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന AMA ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ. ഐ ആം ലീവിംഗ് ദ ഹോസ്പിറ്റൽ, നെയിം പേഷ്യൻസ്. ഓക്കെ, ഐ ആം ലീവിംഗ് ദ ഹോസ്പിറ്റൽ വാർഡ് എഗെയിൻസ്റ്റ് ദ മെഡിക്കൽ അഡ്വൈസ്. എന്താണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് എന്താണ് പോവുകയാണ്, ലീവ് ചെയ്യുകയാണ്. ഡോക്ടർ എക്സ്പ്ലെയിൻ ടു മീ അബൌട്ട് മൈ ഡിസീസ് കണ്ടീഷൻ ആൻഡ് ഇൽ ഇഫക്റ്റ് ഓഫ് ഡിസ്ചാർജ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് ഡോക്ടർ എന്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്റെ കണ്ടീഷൻ ഡിസീസ് അസുഖത്തിന്റെ വിവരത്തെ കുറിച്ച് കണ്ടീഷനെ കുറിച്ച് എനിക്ക് വിശദീകരിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൽ ഇഫക്ട്സ് ഓഫ് ഡിസ്ചാർജ് മെഡിക്കൽ അഡ്വൈസ് ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുകയാണെങ്കിൽ ആ അസുഖം എന്നെ എത്രത്തോളം എഫക്ട് ചെയ്യും, ബാധിക്കുമെന്നും ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. Doctors, hospital and staff will not be responsible for any ill effect that may happen after my departure. എന്താണ് ഞാൻ ഇവിടെ നിന്ന് ഡിപ്പാർച്ചർ ചെയ്തു പോയതിന് ശേഷം ഈ അസുഖം ഏതെങ്കിലും രീതിയിൽ എന്നെ ബാധിക്കുകയാണെങ്കിൽ എന്താണ് ഡോക്ടറോ ഹോസ്പിറ്റൽ സ്റ്റാഫോ ഹോസ്പിറ്റലോ എന്താണ് അതിന് ഉത്തരവാദികളല്ല. അങ്ങനെ ഒരു ഫോം സൈൻ ചെയ്യിക്കണ്ടേ? അല്ലെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോ ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ്, അങ്ങനെ കുറച്ച് അസുഖങ്ങൾ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ആളുകൾ സ്വാഭാവികമായിട്ടും ആരെടുത്താണ് കയറുന്നത്, രക്ഷപ്പെടുന്നത്? പേഷ്യൻസ് ഡോക്ടേഴ്സിനോട് നഴ്സുമാരോട് അല്ലെ. പിന്നെ ഹോസ്പിറ്റലിനെതിരെ ആയിരിക്കും വരുന്നത് അല്ലെ, ഹോസ്പിറ്റലിനെതിരെ ആയിരിക്കും അവർ വരുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോം അവര് സൈൻ ചെയ്ത് വാങ്ങുന്നു. പിന്നെന്താണ് നെയിം ഓഫ് ദ പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ്, ഒന്നുകിൽ ഈ പേഷ്യൻസിന്റെ പേര് അല്ലെങ്കിൽ സൈൻ ചെയ്യുന്നത് റിലേറ്റീവ്സ് ആണെങ്കിൽ അവരുടെ പേര്. റിലേഷൻ, ഇത് റിലേഷൻ ആണ്. സിഗ്നേച്ചർ, ഡേറ്റ് ആൻഡ് ടൈം. ക്ലിയർ ആയത്? നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു another ഹെൽത്ത് കെയർ ഫെസിലിറ്റി. എന്താണ്? പേഷ്യൻസിനെ വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. either as a referral or as by patient's request transfer to another health care facility. Facility refer to the process of moving a patient from one hospital or health care facility to another. എന്താണ്? ഒന്നില്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ റിക്വസ്റ്റ്, അഭ്യർത്ഥന പ്രകാരം, അതല്ലെങ്കിൽ എന്താണ് റെഫറൽ അല്ലെ, ഡോക്ടറുടെ അവരെ നോക്കുന്ന ഡോക്ടർ എന്താണ് പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയാറില്ലേ സ്വാഭാവികമായിട്ടും. അപ്പൊ ഡോക്ടറുടെ റെഫറൽ കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അഭ്യർത്ഥന പ്രകാരം അവരെന്ത് ചെയ്യുന്നു, അവരിപ്പോ അവര് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന്, ഹെൽത്ത് കെയർസിൽ നിന്നും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് മാറുന്നത്. യൂഷ്വലി ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഓർ സർവീസ് that are not available at the present facility. യൂഷ്വലി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ട്രാൻസ്ഫർ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു സർവീസ് സേവനം ആവശ്യമായി വരുമ്പോഴാണ് ഇപ്പൊ അവര് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ആ സ്പെഷ്യലൈസ്ഡ് കെയർ ഇല്ല, അപ്പോഴാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ നടക്കുന്നത്. The transfer may be arranged by the healthcare provider or hospital. ഈ ട്രാൻസ്ഫർ ആരാണ് ഇവർക്ക് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത്, സജ്ജമാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ ആ ഡോക്ടർ തന്നെ, അതല്ലെങ്കിൽ ആരെയും ഹോസ്പിറ്റലുകാര് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. Where the patient is presently receiving care. ആ പേഷ്യൻസ് പ്രസന്റ് ഇപ്പൊ എവിടെ നിന്നാണോ കെയർ പരിചരണം സ്വീകരിക്കുന്നത് അവിടെയുള്ള ഡോക്ടർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ തന്നെയാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. Or it may be requested by the patient or their family due to the valid reason. ചിലപ്പോ എന്തുകൊണ്ട് സംഭവിക്കാം, എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള റീസൺ കൊണ്ട് അല്ലെ, തക്കതായിട്ടുള്ള കാരണം കൊണ്ട്, ഒന്നില്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസ് റിലേറ്റീവ്സ് വാങ്ങിക്കാലോ ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ. നമ്മൊരു ഹോസ്പിറ്റലാണെങ്കിലും എന്ത് ചെയ്യും, 1-2 ദിവസം നമ്മ നോക്കൂല്ലേ, 2-3 ദിവസം നോക്കും. എന്താണ്, അസുഖം കുറയുന്നുണ്ടോ അല്ലെ, ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നുണ്ടോന്ന് ആണോ? അത് കഴിഞ്ഞിട്ട് നമ്മ എന്ത് ചെയ്യും, നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയില്ലേ? കുറഞ്ഞിട്ടില്ല, നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുന്നില്ല, നമുക്ക് അവിടെയുള്ള എന്തെങ്കിലും അതൃപ്തി തോന്നുകയാണെങ്കിൽ അപ്പൊ എങ്ങനെയാണ്, ചിലപ്പോ ഫാമിലി അല്ലെങ്കിൽ ഈ പേഷ്യൻസ് തന്നെ എന്താണ് തക്കതായിട്ടുള്ള വാലിഡ് റീസൺ, തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ വാങ്ങിക്കുന്നുണ്ട്. എ ഫിസിഷ്യൻ റെഫറൽ ഫോം ഈസ് യൂസ്ഡ് ടു റെഫർ പേഷ്യൻസ് ടു എ സ്പെഷ്യലൈസ്ഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് while transferring to another health hospital. ഇങ്ങനെ അനദർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ആര് ഡോക്ടറിന്റെയും ഒരു റെഫറൽ ഫോം സൈൻ ചെയ്തൊക്കെ തരും അല്ലെ, കൊടുക്കാറുണ്ടോ? അവിടുത്തെ ഡോക്ടറിന്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന്, ഡോക്ടർക്ക് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മളെ ആ പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഒരു റെഫറൽ ഫോം സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൽ ഈ പേഷ്യൻസിന്റെ കണ്ടീഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, അസുഖ വിവരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. എന്താണ്, പേഷ്യൻസിനെ ഹോസ്പൈസിലേക്കോ എന്താണ് പാലിയേറ്റീവ് കെയറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭയ കേന്ദ്രങ്ങളിലേക്കോ ഡിസ്ചാർജ് കൊടുത്ത് പറഞ്ഞയക്കുന്നത്. ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ മീൻസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എ പേഷ്യൻസ് ഫ്രം എ ഹോസ്പിറ്റൽ or health care facilities to a specialized program or facility that provides
എൻഡ് ഓഫ് ലൈഫ് കെയർ ഫോർ പേഷ്യൻസ് വിത്ത് സീരിയസ് ഓർ ടെർമിനൽ ഇൽനെസ്. എന്താണ്? ഒരു പേഷ്യൻസിന് സീരിയസ് ആയിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ടെർമിനൽ അതിതീവ്രമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, അവർക്ക് എന്താണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് എൻഡ് ഓഫ് ലൈഫ് വരെ അല്ലെ, ജീവിതാവസാനം വരെ അവർക്ക് ട്രീറ്റ്മെന്റ്, ചികിത്സ ആവശ്യമായി വരുമ്പോഴാണ് എന്താണ് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ഹോസ്പൈസിലേക്കോ അഭയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ മാറ്റുന്നത്. അങ്ങനെയുള്ളവരെ മാത്രമാണോ പാലിയേറ്റീവ് കെയർസ് അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്? ഇല്ല അല്ലെ. പിന്നെ ആരൊക്കെ മാറ്റാറുണ്ട്? നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരാം. അങ്ങനെയുള്ളവര് മാത്രമാണോ അല്ലെ? ഡയാലിസിസ്, ആരുമില്ലാത്തവരെ അല്ലെ, അനാഥരായവരെ മാറ്റാറുണ്ട് അല്ലെ, നോക്കാൻ ആളില്ലാത്തവരെ അല്ലെ. പിന്നെ എന്താണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ മാറ്റാറുണ്ടോ? ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളവരെ, അവർക്ക് എൻഡ് ഓഫ് ലൈഫ് വരെ അല്ലെ, അവർക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് ആവശ്യമായാല് മാറ്റേണ്ടി വരുന്നു അല്ലെ, പാലിയേറ്റീവ് കെയർസിലൊക്കെ മാറ്റേണ്ടി വരുന്നു അല്ലെ. പിന്നെ വൃദ്ധരായവര് അല്ലെ, ഒരുപാട് പ്രായമായവര്, അവർക്ക് ട്രീറ്റ്മെന്റ് ഒന്നും അവർക്ക് ആരുമില്ല, നോക്കാൻ ആരുമില്ലെങ്കില് ഇല്ലേ, പാലിയേറ്റീവ് ഓൾഡ് ഏജ് പേഴ്സൺ, ഓക്കെ, പാലിയേറ്റീവ് കെയർസിലേക്ക് അവരെ മാറ്റുന്നു. ക്ലിയർ ആയോ അത്? Next, things you can implement right away to remove the obstacles in your discharge process and improve revenue. നമ്മൾ ഡിസ്ചാർജിന്റെ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന്? പെട്ടെന്ന് തന്നെ ഇപ്പൊ ഡോക്ടർ വന്നിട്ട് എഴുതി തരാണ് ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇപ്പൊ, ഇല്ല അല്ലെ. എന്താണ്, ചിലപ്പോ നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യാം, ബിൽ പേയ്മെന്റിനൊക്കെ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങള് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ, നടപ്പിലാക്കാൻ സാധിക്കുന്നത്? ആൻഡ് ഇംപ്രൂവ് റവന്യൂ, അതുവഴി എങ്ങനെയാണ് നമുക്ക് റവന്യൂ, വരുമാനം വർദ്ധിപ്പിക്കാൻ, ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? നോക്കാം. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം എന്തൊക്കെ കാര്യങ്ങളാണ്? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം അല്ലെ, എഫിഷ്യന്റ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള ബില്ലിംഗ് സിസ്റ്റം അല്ലെ. അപ്പൊ എന്ത് പറ്റോ, പെട്ടെന്ന് തന്നെ നമുക്ക് ബില്ലുകൾ പേയ്മെന്റ് ചെയ്ത് പോവാൻ സാധിക്കും അല്ലെ. പൊതുവെ എന്താണ്, ഒരു ഡോക്ടർ 10 മണിക്ക് 11 മണിക്ക് വന്നിട്ട് നമ്മളെ അടുത്ത് പറയാണ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഇന്ന് പോവാന്ന് പറഞ്ഞാലും നമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോ എത്ര മണിയാവും? എല്ലാ ബില്ലും സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മ പോകുമ്പോ എത്ര മണിയാവും? ഈവനിങ് ആവും അല്ലെ, വൈകിട്ട് ഒരു 7 മണി 6:30 ആവും വീട്ടിലേക്ക് പോകുമ്പോഴേക്കിനും അല്ലെ, ഈവനിങ് ഒക്കെ ആവും. അപ്പൊ എന്താണ്, എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള ബില്ലിംഗ് സിസ്റ്റം ഉണ്ടാവണം. ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്, എന്താണ്, പേഷ്യൻസിന്റെ വിവരങ്ങൾ എന്ത് രീതിയിൽ അവർ റെക്കോർഡ് ചെയ്യണം? ഇലക്ട്രോണിക്കലി അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് സിസ്റ്റം വഴി. അപ്പൊ എന്ത് പറ്റും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വേഗത്തിൽ തന്നെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ലേ, ഫാസ്റ്റ് ആയിട്ട്. അവരെ ID നമ്പർ അടിച്ചു കൊടുക്കുമ്പോ തന്നെ അല്ലെ, അവര് വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ, ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഇലക്ട്രോണിക് ചാർട്ട്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ, ആ അഡ്മിഷന്റെ സമയത്ത് തന്നെ എന്താണ്, ഡിസ്ചാർജിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോ നമ്മുടെ ഇത് പറഞ്ഞു തരാറുണ്ടോ? റൂമിന്, ഓരോ റൂമിന്റെ റെന്റുകൾ വ്യത്യാസമാണ് അല്ലെ, വാർഡുകളില്ല, ഒറ്റക്കിടക്കുന്ന റൂമില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? അതേപോലെ ഇൻഷുറൻസ് ആണെങ്കിൽ അതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ ഒരു ഹോസ്പിറ്റലില് ഇല്ലേ? അപ്പൊ അഡ്മിഷന്റെ സമയത്ത് തന്നെ ഡിസ്ചാർജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. എന്താണ് കെയർ കോർഡിനേഷൻ? വർദ്ധിപ്പിക്കുക. കെയർ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ വിവരങ്ങൾ, പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഡോക്ടർ അടുത്ത് മാത്രമാണ് ഉണ്ടാവുന്നത്
അവിടെ മാത്രമാണോ ബിൽ സെറ്റിൽമെന്റ് ഉണ്ടാവുക, ബില്ല് ഉണ്ടാവുക? അല്ല അല്ലേ. നഴ്സുമാര് സർവീസ് ചാർജ് വരാറുണ്ടോ? ലാബുകളിൽ ചാർജ് വരാറുണ്ടോ? ഫാർമസിയിലെ. അപ്പൊ എന്താണ് ഇവിടെയുള്ള കെയർ കോർഡിനേഷൻ അല്ലെ, പരിചരണം കൊടുത്ത എല്ലാ സെക്ഷനിൽ എന്ത് കിട്ടണം? കോർഡിനേഷൻ കിട്ടണ്ടേ? അവിടെ എത്ര ചെലവായി ഇല്ലേ, അവിടെ എന്തൊക്കെ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ട്, അവരെന്തൊക്കെ ഫെസിലിറ്റീസ് ലഭ്യമാക്കിയിട്ടുണ്ട് ഇല്ലേ, കിട്ടണ്ടേ? അതിനു വേണ്ടി എന്ത് ചെയ്യാ? കെയർ കോർഡിനേഷൻ വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയോ അത്? ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. മെഡിസിൻ ഫാർമസിയിൽ ഇത്ര രോഗിക്ക് ചിലവ് വന്നിട്ടുണ്ട് അല്ലെ, ഇത്ര രൂപ അവിടെ ബില്ല് സെറ്റിൽമെന്റ് ചെയ്യാനുണ്ട്. നഴ്സിംഗ് സർവീസ് ഇത്ര രൂപയായിട്ടുണ്ട്. ടെസ്റ്റിംഗ് സെന്ററിലെ ലാബുകളിൽ ഇത്ര ബിൽ ആയിട്ടുണ്ട് അല്ലെ, സ്കാനിങ്ങിന് ഇത്രയായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കെയർ കോർഡിനേഷൻ വഴി ഇംപ്രൂവ് ചെയ്യുക അല്ലെ. നെക്സ്റ്റ് ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. നല്ല രീതിയിലുള്ള ബെഡ് മാനേജ്മെന്റ്. അവര് എന്താണ് യൂസ് ചെയ്യുന്ന അല്ലെ, റൂമാണോ അതല്ലെങ്കിൽ എന്താണ് വാർഡാണോ യൂസ് ചെയ്യുന്നത്? അപ്പൊ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവർക്ക് ലഭിക്കണ്ടേ? അതിനനുസരിച്ചല്ലേ ഇവർക്ക് ബില്ല് സെറ്റിൽ ചെയ്യാൻ, ബില്ല് പറയാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ചസ് ദ വാർഡ് ASAP. ASAP എന്ന് പറഞ്ഞാല് as soon as possible. ഇവർക്ക് എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ എന്ത് ചെയ്യും? അവര് കഴിക്കുന്ന പഴയ മരുന്നുകൾ മാറ്റിക്കാട്ട് പുതിയ മരുന്നുകൾ എഴുതും അല്ലെ, മിക്കവാറും അങ്ങനെയല്ലേ ചെയ്യാറ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കുന്ന പുതിയ മെഡിസിൻസ് എന്താണ്? as soon as possible, ഏറ്റവും പരമാവധി വേഗത്തിൽ എന്ത് ചെയ്യുക? അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. വാർഡുകളിലേക്ക് അല്ലെങ്കിൽ അവർ കിടക്കുന്ന റൂമിലേക്ക് എത്തിച്ചു കൊടുക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജ് സമയത്തുള്ള നടപടിക്രമങ്ങളും പോളിസി നയങ്ങളൊക്കെ എന്തെല്ലാമാണ്? പർപ്പസ്, ഡിസ്ചാർജ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻ ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. എന്താണ് ഈ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് സമയത്ത് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഗൈഡ് ലൈൻ. അവര് എന്തൊക്കെ മെഡിസിൻ കഴിക്കണം അല്ലെ, ഫോളോ അപ്പ് കെയേഴ്സ് അല്ലെ, ഹോം കെയേഴ്സ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അഡ്വൈസുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന് ഡിസ്ചാർജ് നടത്തുന്നത്. നെക്സ്റ്റ് നോക്കിയേ പോളിസി എന്തൊക്കെയാണെന്ന്. ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് എൻഷുവർ ദാറ്റ് patients are discharged effectively and efficiently, allowing the most favorable resources. എന്താണ് അവിടെയുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് എങ്ങനെയുള്ള ഡിസ്ചാർജ് കൊടുക്കണം? അവര് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഡിസ്ചാർജ് നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വേണ്ടേ? എന്ന് വെച്ചാൽ എന്തായിരിക്കും? കറക്റ്റ് ടൈമിങ്ങിൽ അവർക്ക് ഡിസ്ചാർജ് അല്ലേ, ബില്ലിംഗ് സെറ്റിൽമെന്റ് കൊടുത്തിട്ടുണ്ടോ അല്ലെ, അവർക്ക് വേണ്ട ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അല്ലെ, അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ലഭ്യമാക്കിയിട്ടുണ്ടോ അല്ലെ. അവർക്ക് ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് വേണ്ട മെഡിസിനുകൾ നൽകിയിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ഫേവറബിൾ റിസോഴ്സസ്, ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ കൊടുത്തിട്ടുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. An authorized hospital discharge shall only be made by an order from the primary consultant. ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലിലെ ആരായിരിക്കും ഡിസ്ചാർജ് പറയുന്നത്? പേഷ്യൻസിനെ എടുത്ത് കൺസൾട്ടന്റ് അല്ലേ, അവരെ നോക്കുന്ന ഡോക്ടർ അല്ലേ പറയുന്നത് ഡിസ്ചാർജ് ആവാം അല്ലെ.
എന്താണ് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലിൽ അവിടുത്തെ പ്രൈമറി കൺസൾട്ടന്റ് അവരെ നോക്കുന്ന ഡോക്ടർ ആയിരിക്കും അവർക്ക് ഡിസ്ചാർജ് നിർദ്ദേശിക്കുന്നത്. However, a patient may discharge himself or herself against medical advice. എന്നിരുന്നാലും എന്താണ് ആ പേഷ്യൻസിന്റെ നിർദ്ദേശപ്രകാരം എന്താണ് മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് ഡിസ്ചാർജും നൽകാറുണ്ട് അല്ലെ. AMA ഡിസ്ചാർജ് അല്ലെ അല്ലെ AMA ഡിസ്ചാർജ് അല്ലേ. Next, the consultant or his designee shall document discharge instructions in the patient's medical record at the time of anticipated discharge. എന്ത് ചെയ്യുന്നു പേഷ്യൻസ് ഒന്നില്ലെങ്കിൽ ആ ഡോക്ടർ കൺസൾട്ടന്റ് അല്ലെങ്കിൽ അവര് രൂപകൽപ്പന ചെയ്യുന്ന ആൾ അവർക്ക് അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലില് ഡോക്ടറുടെ അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല ഇപ്പൊ ഡോക്ടർ റൂമിൽ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു പേഷ്യൻസിന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആ പേഷ്യൻസിന്റെ ഡിസ്ചാർജിന്റെ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ ആ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തുന്നു അല്ലേ. അവര് ഏതൊക്കെ മെഡിക്കേഷൻ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുന്ന ഏതൊക്കെ മെഡിസിൻ കഴിക്കണം അല്ലെ. ഇനി ഫോളോ അപ്പ് എങ്ങനെയാണ് അല്ലെ, വീട്ടിൽ ചെന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് ഒന്നില്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആളോ ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ്, a discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. എന്ത് ചെയ്യുന്നുണ്ട് ഈ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യും അവർക്ക് ഒരു ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നു. ആൻഡ് ഓൾ പേഷ്യൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് എ ഡിസ്ചാർജ് സമ്മറി അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്. അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവർക്ക് എന്ത് കൊടുക്കുന്നു ഈ ഡിസ്ചാർജ് സമ്മറി അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട് അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് സമ്മറിയില്? എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ ഡിസ്ചാർജ് സമ്മറി. ട്രീറ്റ്മെന്റ് അല്ലെ, ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ. എന്താണ് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അല്ലെ, മെഡിസിൻ കൊടുത്തോ, എന്തുകൊണ്ടാണ് അവര് ഹോസ്പിറ്റലിൽ താമസിപ്പിച്ചത് അല്ലെ, അഡ്മിറ്റ് ആക്കിയത് അല്ലേ, ഉണ്ടാവില്ല ഇതിനെ കുറിച്ച്. പിന്നെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് എന്തൊക്കെ കാര്യങ്ങള് ടെസ്റ്റുകളിലൂടെ സ്കാനിങ്ങുകളിലൂടെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ഫൈൻഡിങ്സ്. പിന്നെ എന്താണ് അവര് രോഗനിർണയം നടത്തിയത് എന്താണ് അല്ലെ, അവർക്ക് എന്താണ് രോഗം അല്ലെ, അസുഖം എന്താണ്. പിന്നെ ഫോളോ അപ്പ് കെയേഴ്സ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും ഈ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുകയും പേഷ്യന്റിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് അവർക്ക് നൽകുകയും ചെയ്യുന്നു. Next, the ward sister shall be the responsible person to ensure compliance with this policy like billing, duration to finish a discharge process, etc. ഇങ്ങനെയുള്ള ബില്ലിങ്ങുകൾ നടത്തുക. പിന്നെന്താണ് ഡ്യൂറേഷൻ ടു ഫിനിഷ് ഡിസ്ചാർജ് പ്രോസസ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരാണ് ചെയ്തു കൊടുക്കേണ്ടത്? വാർഡ് സിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവരാണ് അല്ലെ പേഷ്യൻസ് ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്നുള്ള ഫയലൊക്കെ കൊണ്ടുവന്ന് ബില്ലിംഗ് സെക്ഷനില് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുന്നത് ആരാ? നഴ്സല്ലേ. അപ്പൊ എന്താണ് അതുമായി ബില്ലിങ്, ഡ്യൂറേഷൻ ടു ഫിനിഷ് ഡിസ്ചാർജ് പ്രോസസ്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞു നമ്മുടെ ബില്ലൊക്കെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ആരാ വന്ന് നമ്മുടെ അടുത്ത റൂമിൽ പറയുന്നത്? ബില്ലിംഗ് സെക്ഷനിൽ വന്ന് ആരെങ്കിലും പറയോ? നഴ്സല്ലേ വന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് സിസ്റ്റർക്കാണ്. The discharge summary shall contain all patients details. എന്താണ് ഡിസ്ചാർജ് സമ്മറിയിൽ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് ഡെത്ത്, ഇപ്പൊ മരണം ആ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി
ഇരിക്കുന്ന സമയത്ത് അവർ മരണപ്പെടുകയാണ് എങ്കിൽ എന്ത് ചെയ്യുന്നു? ദ ഡിസ്ചാർജ് സമ്മറി മസ്റ്റ് ഇൻക്ലൂഡ് ദ കോസ് ഓഫ് ഡെത്ത്. ഡിസ്ചാർജ് സമ്മറിയിൽ ആ മരണം സംഭവിക്കാനുണ്ടായ കാരണം അല്ലെ, കോസ് എന്താണ് എന്നതിനെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. The nurse shall be responsible for completing the discharge checklist and explain the discharge summary to the patient or family. Understanding shall be recorded in documents on the discharge checklist by getting signed by the patients or family. എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള ഈ നഴ്സ് എന്ത് ചെയ്യുന്നു? ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും എന്താണ് ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ച് പേഷ്യൻസിനും അവരുടെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുകയും എന്താണ് ചെക്ക് ലിസ്റ്റില് പേഷ്യൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ട് ആരെങ്കിലും കൊണ്ടോ സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ചില ഹോസ്പിറ്റലില് ഫീഡ്ബാക്ക് അറിയുന്ന പോലെ നമ്മുടെ അടുത്ത് ഒരു ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യിച്ച് വാങ്ങാറുണ്ടോ? അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡോക്ടറുടെ സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് അവര് കംപ്ലീറ്റ് ചെയ്യുകയും പിന്നെ എന്താണ് എക്സ്പ്ലെയിൻ, പിന്നെ ഏതൊക്കെ ഡോക്ടേഴ്സ് അവരെ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്യുകയും എക്സ്പ്ലെയിൻ എന്താണ് ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ ചെക്ക് ലിസ്റ്റിലെ പേഷ്യൻസിനെ കൊണ്ട് സൈൻ ചെയ്യുകയും ചെയ്യുന്നു. Patients who request discharge against medical advice shall be explained the risk and informed consent policy. എന്താണ് പേഷ്യൻസ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം AMA ഡിസ്ചാർജ് വാങ്ങി പോകുകയാണെങ്കിൽ അവരുടെ എന്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്? അതുമൂലം ഉണ്ടാകുന്ന റിസ്കിനെ കുറിച്ച് അല്ലെ, അപകടത്തെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട പോളിസിയെ കുറിച്ചൊക്കെ ഈ പേഷ്യൻസിനോടും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒരു AMA ഫോം സൈൻ ചെയ്യണം അല്ലെ, അങ്ങനെയല്ലേ? അതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അത് ഓരോ അസുഖം അനുസരിച്ചിരിക്കും അല്ലെ. ഓരോ അസുഖത്തിന് ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് AMA ഡിസ്ചാർജ് വാങ്ങിയാണ് ഈ പേഷ്യൻസ് പോകുന്നതെങ്കിൽ എന്താണ് അതുമൂലം ഉണ്ടാകുന്ന റിസ്ക്, അപകടങ്ങളെ കുറിച്ചും അതുമായുള്ള പോളിസികളെ കുറിച്ചും ഈ പേഷ്യൻസിന് അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുന്നു. Patients who leave hospital against medical advice are to be explained on the consequences of LAMA and signature to be obtained in LAMA form in patient record. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഈ പേഷ്യൻസ് ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ എന്താണ് ആ ലാമ ഡിസ്ചാർജ് കൊണ്ടുള്ള കോൺസിക്വൻസസ് അല്ലെ, അനന്തര ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ലാമ എന്ന് പറഞ്ഞാൽ എന്താണ്? living against medical advice. Living against medical advice. Living against medical advice കൊണ്ടുള്ള എന്താണ് അനന്തര ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എന്താണ് ലാമ ഫോമിൽ അല്ലെ ഇൻപേഷ്യന്റ് റെക്കോർഡിലെ ലാമ ഫോമിൽ ഇവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യുന്നു. Or a patient who comes to casualty take treatment and leave hospital with CMO concern and as OP consultation are given prescription based on patient condition. എന്താണ് ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, പേഷ്യൻസിനെ നമ്മൾ നേരിട്ട് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവച്ചല്ലോ അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവല്ലാറില്ലേ? അപ്പൊ അങ്ങനെയാണ് എന്താണ് ഒരു പേഷ്യൻസിനെ നേരിട്ട് ഹു കംസ് ടു കാഷ്വാലിറ്റിയിലേക്ക് നേരിട്ട് കൊണ്ടുവച്ചല്ലാണ്. അവര് ആരായിരിക്കും ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? കാഷ്വാലിറ്റിയിലുള്ള മെഡിക്കൽ ഓഫീസർ ആയിരിക്കും അല്ലെ, CMO, ചീഫ് മെഡിക്കൽ ഓഫീസർ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, CMO. മിസ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായല്ലോ, കാഷ്വാലിറ്റി ബേസിസ് CMO എന്ന് ചോദിച്ചാൽ ആരാ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അല്ലെ.
അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ? CMO in casualty basis CMO stands for എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ? അപ്പൊ കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും അവർക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ CMO കൺസൾട്ട്, CMOന്റെ സമ്മതപ്രകാരം അവർ അവിടെ നിന്ന് പോകുക. CMOന്റെ ഹോസ്പിറ്റൽ വിത്ത് CMO കൺസേൺ എന്താണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ സമ്മതപ്രകാരം അവരെന്താണ് ആ കാഷ്വാലിറ്റിന്ന് പോകുകയാണെങ്കിൽ ആരായിരിക്കും അവർക്കുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്? ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് OP കൺസൾട്ടേഷൻ ആയിരിക്കും, OPയിലുള്ള ഡോക്ടർ ആയിരിക്കും അവർക്കുള്ള പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ കൊടുക്കുന്നത്. നെക്സ്റ്റ്, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് എവറി ഹോസ്പിറ്റൽ ഹാസ് ആൻ organized discharge planning and that can increase patient satisfaction. എന്താണ് എല്ലാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും എന്താണ് sure that every hospital has an organized discharge planning. അല്ലേ? എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ടായിരിക്കും? ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെ ഒരു കറക്റ്റ് രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടാവുമല്ലോ. ഓർഗനൈസ്ഡ് ഡിസ്ചാർജ് പ്ലാനിങ് അല്ലെ ഒരു കറക്റ്റ് രീതിയിലുള്ള അല്ലെ. ഇപ്പൊ എന്താണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെ ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലെ, അവരെ നോക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നു അല്ലെ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലെ ഏതൊക്കെ സെക്ഷനിലെ അല്ലെ ഇവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ ഫെസിലിറ്റീസ് ലഭ്യമാക്കിയിട്ടുണ്ടല്ലേ. അതിനുള്ള ബില്ലുകൾ ബില്ലുകൾ തയ്യാറാക്കുന്നു അല്ലെ. പിന്നെന്താണ് ഇവിടെ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ നോക്കിങ്ങാണ്ട് ഒരു ഓർഗനൈസ്ഡ് രീതിയിലായിരിക്കും അല്ലെ, ഒരു കറക്റ്റ് രീതിയിലായിരിക്കും ഒരു ഓർഡറിലായിരിക്കും എന്താണ് ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ്. ഇതെന്ത് ചെയ്യുന്നു? പേഷ്യൻസിന്റെ സംതൃപ്തിയിലെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ആണ്, സിമ്പിൾ ആണ്, അങ്ങോട്ട് എടുക്കാലോ. 8th പോയിന്റ് പറയണം. The nurse shall be responsible for completing the discharge checklist. എന്ത് ചെയ്യുന്നു? ചെക്ക് ലിസ്റ്റ് ഞാൻ മിസ് പറഞ്ഞില്ലേ, ഡിസ്ചാർജിന്റെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ടോ? ചില സമയത്ത് അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലില് ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് നമ്മളെ പരിശോധിച്ചിട്ടുള്ളത് അല്ലെ, അതല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഈ നേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, മുഴുവനാക്കുന്നു, തയ്യാറാക്കുന്നു. പിന്നെ എന്താണ് നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു അല്ലെ. പേഷ്യൻസും പറഞ്ഞില്ലേ, പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോ? അപ്പൊ അങ്ങനെയുള്ള ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ച് ഈ പേഷ്യൻസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അല്ലെ, വിശദീകരിച്ചു കൊടുക്കണ്ടേ? എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ, അവരെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എന്താണ് അല്ലെ, അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ. ആ ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും പിന്നെ എന്താണ് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിലെ പേഷ്യന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടോ സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യുന്നു. ക്ലിയർ ആയ കാര്യ? നെക്സ്റ്റ് ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഡിസ്ചാർജ് എവിടെ മുതൽ എവിടെയും വരെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം എങ്ങനെയാണ് ഡിസ്ചാർജ് നമ്മൾ അറിയുന്നത്? എങ്ങനെയാണ്? ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം, ഇന്ന് വീട്ടിലേക്ക് പോകാം എന്നറിയുന്നത് എങ്ങനെയാണ്? ഡോക്ടർ പറയില്ലേ, ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി, ഡോക്ടർ പറയില്ലേ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറയുമ്പോഴല്ലേ ഡോക്ടർ റൗണ്ട്സിന് വരും. അതിനുശേഷം എന്താണ്
നമ്മളെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കണം അല്ലെ? അറിയിക്കണോ? എന്നാലാണ് അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മളെ കുറിച്ചുള്ള ബില്ലുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ, തയ്യാറാക്കാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്താണ്? പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർ മരുന്നുകൾ മാറ്റി എഴുതി കൊടുക്കും അല്ലെ? അവർ ആ കോഴ്സ് മെഡിസിൻ കംപ്ലീറ്റ് ആയി, അപ്പൊ അവർക്ക് വേറെ ചെറിയ ഡോസ് കുറഞ്ഞ മെഡിസിനുകളൊക്കെ എഴുതി കൊടുക്കും. അപ്പൊ ഇവരെ കയ്യിലുള്ള മെഡിസിൻ എന്ത് ചെയ്യും? ഫാർമസിയിലേക്ക് റിട്ടേൺ ചെയ്യോ? തിരിച്ചു കൊടുക്കില്ലേ? റിട്ടേൺ ചെയ്യും. പിന്നെന്താണ്? ഇൻഫോർമേഷൻ അതർ ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബില്ലുകൾ തയ്യാറാക്കും അല്ലേ എല്ലാവരും? പിന്നെ നമ്മളടുത്ത് ചോദിക്കോ ബില്ല് എങ്ങനെയാണ്? എന്താണ്? ഇൻഷുറൻസ് ആണോ? പേയ്മെന്റ് ആണോ അല്ലെ? ക്യാഷ് ആണോ അല്ലെ? ഇൻഷുറൻസ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും അവര്? അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് വിവരം അറിയിക്കും അല്ലെ? ഉറപ്പിക്കില്ലേ അവര്? ഈ പേഷ്യൻസിന് ഇത്ര രൂപ ഹോസ്പിറ്റലിലെ ബില്ലായിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് അത്രയും രൂപ ക്ലെയിം ചെയ്യാൻ പറ്റുമോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കില്ലേ, പരിശോധിക്കില്ലേ ഇവര്? അതിനുശേഷം അപ്പൊ അതൊക്കെ കൺഫേം ആയി, ഇവരെ ബില്ലൊക്കെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നഴ്സിനെ വിളിച്ച് വിവരം പറയും അല്ലെ? ബില്ലിംഗ് സെക്ഷനിൽ നിന്ന് എന്താണ് ഇവർ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ആ സെക്ഷനിലേക്ക്, ഫ്ലോറിലേക്ക് അല്ലെ, വിളിച്ച് അവിടുത്തെ നഴ്സിനോട് പറയും ആ പേഷ്യൻസിന്റെ ബില്ലെല്ലാം സെറ്റിൽ ആയിട്ടുണ്ട് അല്ലെ, ബില്ലെല്ലാം തയ്യാറായിട്ടുണ്ട്, അവരോട് വന്ന് സെറ്റിൽമെന്റ് ചെയ്തോളാൻ പറയൂ അല്ലെ, അങ്ങനെയല്ലേ ചെയ്യാം? ബില്ലടച്ചോളൂ എന്ന് പറയും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? അതിനുശേഷം നഴ്സ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ പറയും ബില്ലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, ബില്ലൊക്കെ തയ്യാറായിട്ടുണ്ട്, പോയി ബില്ല് അടച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബില്ല് പോയി സെറ്റിൽ ചെയ്യും. അതിനുശേഷം ബില്ല് സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ മെഡിസിൻ വാങ്ങാറില്ലേ? നമുക്ക് മാറ്റി എഴുതിയിരിക്കുന്ന മെഡിസിൻ കളക്ട് ചെയ്യും അല്ലെ? അതിനുശേഷം എന്താണ്? ആ മെഡിസിനെ കുറിച്ച് അവർ പറഞ്ഞു തരികയും നമുക്ക് ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യില്ലേ? ഇനി നോക്കാം ഫ്ലോ ചാർട്ട്. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. എന്താണ്? ഡോക്ടർ എന്താണ് റിട്ടേൺ ആയിട്ടുള്ള ഓർഡർ കൊടുക്കാണ് അല്ലെ? പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തു അല്ലെ, അവരെ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ് എന്താണ്? ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും വിവരം അറിയിക്കുന്നു അല്ലെ? എന്താണ്? പേഷ്യൻസിനെ ഇന്ന ID നമ്പറിലുള്ള ഇന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ ബില്ലെല്ലാം തയ്യാറാക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇൻഫോർമേഷൻ കൊടുക്കുന്നു. റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻസ്. പേഷ്യൻസിന്റെ കയ്യില് ബാലൻസ് ഉള്ള മെഡിസിൻ എന്ത് ചെയ്യുന്നു? ഫാർമസിയിലേക്ക് തിരിച്ചു നൽകുന്നു. പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. എന്താണ്? ബില്ലുകൾ തയ്യാറാക്കുകയും അതെന്ത് ചെയ്യാം? ബില്ലിംഗ് സെക്ഷനിലേക്ക് പ്രോസസ് ചെയ്യണം അല്ലെ, നൽകണ്ടേ, അയച്ചു കൊടുക്കണ്ടേ? അപ്പൊ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. നെക്സ്റ്റ് ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്. എന്താണ്? മോഡ് പേയ്മെന്റ് എങ്ങനെയാണ്? ക്യാഷ് ആണോ ഇൻഷുറൻസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്. ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ആളുകളുമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു അല്ലെ, എത്ര രൂപ ആയിട്ടുണ്ട്, ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിനോട് ബില്ലോ ആയിട്ടുണ്ട്, അടച്ചോളാനായിട്ട്, പേ ചെയ്തോളാനായിട്ട് വാർഡിലേക്ക് വിവരം അറിയിക്കുന്നു. സെറ്റിൽമെന്റ് ഓഫ് ബിൽ. എന്താണ്? ബില്ല് സെറ്റിൽമെന്റ് ചെയ്യുന്നു, അടയ്ക്കുന്നു. കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻ. അതിനുശേഷം എന്താണ്? മെഡിസിന് കളക്ട്, ഇവർക്ക് ഡിസ്ചാർജ് സമയത്തേക്ക് കൊടുത്തിരിക്കുന്ന മരുന്നുകൾ ഇവർ കളക്ട് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ മെഡിക്കേഷൻ. മരുന്നുകൾ എങ്ങനെ കഴിക്കണം, എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത് അല്ലെ, അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, വിശദീകരണം നൽകുകയും അവർക്ക് ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ഇപ്പൊ പേഷ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ,
അപ്പൊ അവർക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പൊ ആംബുലൻസോ അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ്. എന്താണ് ഡിസ്ചാർജ് ആയെന്നുള്ള ഡോക്യുമെന്റേഷൻ രേഖകൾ അവിടെ റെക്കോർഡ് ചെയ്യുകയും ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം ഹിസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവരെ റിമൂവ് ചെയ്യുന്നു. ഇവരെ അഡ്മിറ്റ് ആക്കുമ്പോഴല്ലേ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇവരെ ഡീറ്റെയിൽസ് കയറ്റേണ്ടതുള്ളൂ. അപ്പൊ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവരുടെ വിവരങ്ങൾ റിമൂവ് ചെയ്യുന്നു, നീക്കം ചെയ്യുന്നു. ക്ലിയർ ആയോ? മിസ് ഒന്ന് എടുത്ത ഭാഗന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇനി ഒരു കുറച്ചും കൂടി ഉള്ളു മിസ്സിന്റെ ഈ ചാപ്റ്റർ. ഡിസ്ചാർജ് സമ്മറി എന്താണെന്ന് ഒരു ചെറിയൊരു പാരഗ്രാഫും. നെക്സ്റ്റ് ചാപ്റ്റർ എക്സാം മാർക്ക് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും കേട്ടോ ഓഫീസിൽ നിന്ന്. കുറച്ചുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ മിസ് നോക്കിയല്ലേ എല്ലാവരും ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ ഇത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.